സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷെഹനാദാണ്. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ നടന്ന 2024 LDC പരീക്ഷയുടെ ചോദ്യപേപ്പർ, അതിന്റെ ഓരോരോ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും നോക്കുകയാണ്. വരാൻ പോകുന്ന ഘട്ടം LDC മറ്റുള്ള പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ക്ലാസ് ആയിരിക്കും. പരമാവധി കൂട്ടുകാർ എല്ലാവരും പോയിന്റുകൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഈ ക്ലാസിന്റെ PDF നോട്ട് സ്ട്രൈക്കർ കോച്ചിങ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ കൊടുക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനക്രമം ഏത്? എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് പൊതുവെ അറിയുന്ന വസ്തുതകളാണ് അല്ലെ. വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. ഇവിടെ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം കൂട്ടുകാർക്ക് അറിയാമല്ലോ, 1924 ചാന്നാർ ലഹള 1859 ഒരുപാട് തവണ ചോദിച്ചല്ലേ PSC. ക്ഷേത്രപ്രവേശന വിളംബരം എല്ലാവർക്കും അറിയാം, 1936 മലബാർ കലാപം 1921. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി. മറ്റൊരു ചെറിയതാണെങ്കിലും പഠിച്ചു വെക്കേണ്ട ഒരു ലഹളയാണ് നായർ പട്ടാള ലഹള. നായർ പട്ടാള ലഹള 1804. 1812 അടിമക്കച്ചവടം നിർത്തലാക്കുകയാണ്. വയനാടിൽ കുറിച്യ ലഹള നടന്ന അതേ വർഷം, വയനാട് ജില്ലയില് കുറിച്യർ ലഹള നടന്ന അതേ വർഷമാണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റാണി ഗൗരി ലക്ഷ്മി ബായി ആയിരുന്നു അന്നത്തെ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി. നോക്കൂ, 1816 സമയത്ത് LMS അല്ലെ, ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഗൗരി പാർവതി ബായി ആണ് ആ സമയത്ത് തിരുവിതാംകൂറിന്റെ ഭരണാധികാരി. നിങ്ങൾക്ക് അറിയുന്നതാണ്. പ്രൈമറി വിദ്യാഭ്യാസം 1817 ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ SCRT പഠിച്ചപ്പോൾ ഓർത്തു വെച്ചിട്ടുണ്ടാവും നിങ്ങൾ. 1817 പ്രൈമറി വിദ്യാഭ്യാസം പാർവതി. പ്രൈമറി വിദ്യാഭ്യാസം വന്ന സമയത്ത് പാർവതിയാണ്, ലണ്ടൻ മിഷൻ സൊസൈറ്റി വന്ന സമയത്തും പാർവതിയാണ്. അപ്പൊ 1816 മറന്നു പോണ്ട LMS പാർവതി ബായി തമ്പുരാട്ടി. 1812 ലക്ഷ്മിയാണ് അടിമക്കച്ചവടം അല്ലെ, അടിമക്കച്ചവടം നിരോധിച്ച സമയത്ത് ലക്ഷ്മി ബായി എന്ന് മറന്നു പോകണ്ടേ. നോക്കൂ, CMS പ്രസ് കോട്ടയത്ത് സ്ഥാപിച്ചത് 1821 PYQ ആണ്. 1857 ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ മുമ്പ് ഒരു കോഡ് പഠിപ്പിച്ചിരുന്നു. എന്താണ് ആ കോഡ് എന്ന് ഓർമ്മയുണ്ടോ? ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചില ചെറുപ്പക്കാര് നമ്മുടെ തിരുവിതാംകൂറിലെ രാജാവിന് ഒരു കത്ത് അയക്കുകയാണ് അല്ലെ. ആ കത്ത് പോസ്റ്റ് ഓഫീസിൽ വരുന്നു, ആലപ്പുഴയിൽ. അങ്ങനെ തിരുവിതാംകൂറിലെ രാജാവ് ആ സമയത്ത് മ്യൂസിയത്തിലായിരുന്നു. അദ്ദേഹത്തിന് ആ കത്ത് കിട്ടുകയാണ്. എന്നിട്ട് പറയാണ്, ഇവിടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്, നമ്മുടെ ഝാൻസി റാണിയും നാനാ സാഹിബും ഇങ്ങനെ തുടങ്ങിയ രാജാക്കന്മാരൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്, അപ്പൊ നിങ്ങളൊന്ന് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് 1857 ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ ചെറുപ്പക്കാർ കത്തയക്കുന്ന ആലോചിച്ച് നോക്കുക. ഇതൊരു കഥ പോലെ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ഫാക്ട് അവിടെ ഓർത്തെടുക്കാൻ പറ്റില്ലേ. 1857 എന്താ മക്കളെ ഒന്നാമത്തെ ഫാക്ട്? 1857 എല്ലാവർക്കും അറിയാം. ഏത് ഇരുട്ടത്ത് ഏതുറക്കത്ത് നമ്മളോട് ചോദിച്ചാലും നമുക്കറിയുന്ന ഒരു വർഷമാണ് 1857, ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെ. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്താണ് നോക്കൂ ഇന്ത്യയില് 3 യൂണിവേഴ്സിറ്റികൾ വരുന്നത്. കൊൽക്കത്ത, മദ്രാസ്, മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൊൽക്കത്ത യൂണിവേഴ്സിറ്റി വന്നത് 1857. അപ്പൊ ഈ 57 യൂണിവേഴ്സിറ്റി വന്ന സമയത്താണ് നോക്കൂ കേരളത്തിനകത്ത് ആലപ്പുഴ ജില്ലയില് പോസ്റ്റ് ഓഫീസ് വരുന്നത് പഠിച്ചു വെച്ചാൽ പോരെ. അങ്ങനെ യൂണിവേഴ്സിറ്റിയിലുള്ള പിള്ളേര് പോസ്റ്റ് ഓഫീസിലേക്ക് കത്തയച്ചു. ആ സമയത്ത് നോക്കൂ തിരുവനന്തപുരത്തെ മ്യൂസിയം ഈ പറയുന്ന നിലവിൽ വന്നത് 1857 പഠിച്ചു വെക്കണേ. തിരുവനന്തപുരം മ്യൂസിയം. പിന്നീട് അതിന്റെ പേരൊക്കെ മാറ്റുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഉദ്ഘാടനം ചെയ്തത് 1857 പഠിച്ചു വെക്കുക. അപ്പൊ ആലപ്പുഴയിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ്, നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റികൾ വന്നു, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം. അങ്ങനെ ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. നോക്കൂ, 59 ഏറ്റവും പ്രധാനപ്പെട്ടതും PSC ഒട്ടനവധി തവണ ചോദിച്ചത് നിങ്ങൾക്ക് അറിയുന്നതാണ് ചാന്നാർ ലഹള. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 1859 ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു കലാപം നടന്നിരുന്നു. അറിയുന്ന കൂട്ടുകാരൊന്ന് കമന്റ് ചെയ്ത്. നമ്മൾ ഒരുപാട് തവണ പഠിച്ചാണ്, SCRT അതിനെ കുറിച്ച് പറയുന്നുണ്ട്. 1859 ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു റിവോൾട്ട് ഏതാണ്? റിവോൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും അല്ലെ. 57 ശിപ്പായി മ്യൂട്ടിനി ആണെങ്കിൽ 59 ഏതാണെന്ന് കമന്റ് ചെയ്യണേ. നോക്കൂ, 1859 ഈ പറയുന്ന ചാന്നാർ ലഹള നടക്കുന്ന സമയത്ത് കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി വരുന്നുണ്ട്. ഡാറാസ് മെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി വരുന്നത് 1859. ഇപ്പൊ ചാന്നാർ ലഹള നടന്ന വർഷം കയർ ഫാക്ടറി വരുന്നു. ചാന്നാർ സ്ത്രീകളെല്ലാം കയർ തൊഴിലാളികളായിരുന്നു എന്ന് വേണമെങ്കിൽ ആലോചിച്ച് വെച്ചോ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 57 പോസ്റ്റ് ഓഫീസ്, 57 മ്യൂസിയം, LMS 16, 21 CMS, നായർ പട്ടാള ലഹള 1804, അടിമ കച്ചവടം കുറിച്യ ലഹള നടന്ന വർഷമാണ്. അതുപോലെ അവസാനത്തെ പോയിന്റ് നോക്കൂ, ആദ്യത്തെ കേരളത്തിലെ ട്രെയിൻ ഓടി തുടങ്ങിയത് SCRT ഈ വർഷമൊക്കെ ഉണ്ട് കേട്ടോ. 1861
ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. ആദ്യത്തെ ട്രെയിൻ ഓടി തുടങ്ങിയത് ബേപ്പൂർ മുതൽ തിരൂർ വരെ 1861 നോക്കൂ. 1865 പണ്ടാരപ്പാട്ട വിളംബരം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രീ ആയില്യം തിരുനാൾ മഹാരാജാവാണ് തിരുവിതാംകൂറിന്റെ ഭരണാധികാരി. ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്തില് പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നു. വർഷം ഒന്ന് ഓർത്ത് വെച്ചേ, 1865 ഇമ്പോർട്ടന്റ് ആണ്. കാണാപ്പാട്ട വിളംബരം 2 വർഷം കഴിഞ്ഞ് നടക്കുന്നു. ഓക്കെ, പണ്ടാരപ്പാട്ട ശേഷം 2 വർഷം കഴിഞ്ഞിട്ട് കാണാപ്പാട്ട വിളംബരം നടക്കുന്നു. ഓർത്ത് വെച്ചേക്കുക. 1888 നിങ്ങള് കേരള നവോത്ഥാനത്തിൽ പഠിച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിരിക്കും. അരുവിപ്പുറത്തിലെ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുന്നു. ശ്രീ ഗുരുദേവൻ, നമ്മുടെ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുന്നത് 1888 അറിയാമല്ലോ കൂട്ടുകാർക്ക്. ആ കാലഘട്ടം, ആ വർഷം ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നു. മലയാള മനോരമ പത്രം സ്ഥാപിച്ചത് ഉൾപ്പെടെ ഒട്ടനവധി കാര്യങ്ങൾ നടന്ന 1888 സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ നവോത്ഥാന നായകൻ യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ച വർഷമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആദ്യമായിട്ട് ഒരു ഇംഗ്ലീഷുകാരൻ വിദേശി അധ്യക്ഷനാവുകയാണ്, ജോർജ് യൂൾ, 1888. അങ്ങനെ തുടങ്ങി പല വസ്തുതകളും പഠിക്കാനുണ്ട് 1888. ആ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കുന്നത്. അതിന്റെ പേര് ശ്രീമൂലം കൗൺസിൽ. നിങ്ങൾക്കറിയാം, ശ്രീമൂലം തിരുനാളായിരുന്നു അന്നത്തെ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി. 8 അംഗങ്ങൾ. പഠിക്കാൻ ഒരു സുഖമില്ലേ? നോക്കൂ, 1888, 8 8 8 വീണ്ടും ഒരു 8 അംഗങ്ങളായിരുന്നു. അതിന് മുൻകൈ എടുത്ത ദിവാൻ ടി രാമറാവു ആയിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888 വരുന്നു. പണ്ടാരപ്പാട്ട വിളംബരം 1865. ദെൻ നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട 2 വർഷങ്ങളാണ് 1891 മലയാളി മെമ്മോറിയൽ. വിശദമായിട്ട് കൂട്ടുകാരെ ഈ ക്ലാസിന്റെ അവസാനം ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ പഠിക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ക്ലാസ് ഓൾറെഡി ഇതെല്ലാം വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പൊ 1891 മലയാളി മെമ്മോറിയൽ, 1896 ഈഴവ മെമ്മോറിയൽ. ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മളൊരു കോഡൊക്കെ പഠിച്ചു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ മുമ്പ് പഠിച്ച കോഡ്. ഈഴവന്മാരായിട്ടുള്ള അഗമാനന്ദ സ്വാമികളും വി.ടി. ഭട്ടതിരിപ്പാടും ഒളിമ്പിക്സിന്റെ വേദിയിൽ പോയി വന്ദേ മാതരം ആലപിച്ചു എന്നൊരു കോഡ് നമ്മൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ കോഡ് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഈഴവന്മാരായിട്ടുള്ള ഈഴവ മെമ്മോറിയൽ 1896. ഉറപ്പിച്ചു പഠിക്കുക. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് 1896 അഗമാനന്ദ സ്വാമി അല്ലെ, അതുപോലെ തന്നെ വി.ടി. ഭട്ടതിരിപ്പാട്, ഇവർ രണ്ടുപേരും ജനിച്ചത് 1896. ഇവർ ഈഴവന്മാരാണ് എന്ന് പഠിക്കാൻ വേണ്ടി കോഡാക്കാൻ പറയാട്ടോ. ഈഴവന്മാരായിട്ടുള്ള വി.ടി. ഭട്ടതിരിപ്പാടും അഗമാനന്ദ സ്വാമികളും ഒളിമ്പിക്സിന്റെ വേദിയിൽ പോയി. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് 2024 പാരീസ് ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് 1896. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒളിമ്പിക്സ് പറഞ്ഞു, വി.ടി. ഭട്ടതിരിപ്പാട് പറഞ്ഞു, അഗമാനന്ദ സ്വാമികൾ പറഞ്ഞു, അതുപോലെ തന്നെ വന്ദേ മാതരം. നോക്കൂ, ഈഴവ മെമ്മോറിയൽ ഈഴവന്മാരാണല്ലോ അല്ലെ. അപ്പൊ ഈഴവന്മാരായിട്ടുള്ള വി.ടി.യും അഗമാനന്ദ സ്വാമികളും ഒളിമ്പിക്സിന്റെ വേദിയിൽ പോയി വന്ദേ മാതരം ആലപിച്ചു. 5 കാര്യങ്ങളാണ് അവിടെ പഠിച്ചത്. ഓക്കെ, വന്ദേ മാതരം ആലപിച്ചു എന്ന് പറയാൻ കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായിട്ട് വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം ആലപിക്കുന്നത് റഹ്മത്തുള്ള സായാനി അധ്യക്ഷനായ കൊൽക്കത്ത സമ്മേളനത്തിലാണ്. കൊൽക്കത്ത സമ്മേളനത്തിൽ വന്ദേ മാതരം ആലപിച്ചു. ഓക്കെ, ഓർത്ത് വെച്ചേക്കുക. അതെല്ലാം 1896. അപ്പൊ 1905 നമുക്ക് വരാം. 1804 അല്ലെ നായർ പട്ടാള ലഹള. അങ്ങനെയാണെങ്കിൽ നായർ ഈഴവ ലഹള നടന്നു. കൃത്യം 100 വർഷം കഴിഞ്ഞ് ഒന്ന് കൂട്ടുക. ഇന്ത്യയില് ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ എന്താണ്? നായരും ഈഴവരും അടിയുണ്ടാക്കുക. ആലോചിച്ച് നോക്കുക. പഠിക്കാൻ ഒരു സുഖല്ലേ ഇല്ലേ? ആലോചിച്ച് നോക്കിയേ, നിങ്ങളെ മനസ്സിൽ കേട്ടിക്കേ. മലബാർ കലാപം നടന്ന വർഷം നിങ്ങൾക്കറിയാം, 921. ഇന്നത്തെ ചോദ്യമായിരുന്നു. പക്ഷേ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യയിൽ ബംഗാൾ വിഭജനം അല്ലെ. മുസ്ലിമും ഹിന്ദുവും അല്ലെ മതത്തിന്റെ പേരിൽ തമ്മാമിൽ അടിച്ച ഒരു പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നീചമായ ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ട് നടന്നൊരു സംഭവ വികാസം. ആ സമയത്ത് കേരളത്തിൽ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിൽ എങ്ങനെ ആലോചിക്കാം? നായറും ഈഴവരും ലഹള എന്ന് ആലോചിച്ച് വെക്കാം. പഠിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. നടന്ന പ്രദേശങ്ങൾ കൊല്ലം, പരുവൂർ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷെ അധികം കൂട്ടുകാർക്ക് അറിയാത്തൊരു വസ്തുതയായിരിക്കും ഇത്, അതുകൊണ്ടാണ് സ്ഥലം കൊടുത്തത്. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലെ. കൊല്ലം, പരവൂർ മേഖലകളാണ് ഈ നായർ ഈഴവ ലഹള നടന്നത്. അപ്പൊ നായർ പട്ടാള ലഹള 1804 മറന്നു പോകണ്ട. നോക്കൂ, എല്ലാവർക്കും അറിയാം, ഒരു ക്വിക്ക് റിവിഷൻ ആണ്, അതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇതിങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. 1917 തളി ക്ഷേത്ര പ്രക്ഷോഭമാണ് കേരളത്തിലെ
അയിത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരു സമരം, ഒരു പ്രക്ഷോഭമായിരുന്നു തളി ക്ഷേത്ര പ്രക്ഷോഭം, കോഴിക്കോട് ജില്ലയിലെ 17. അയിത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരിക കൂട്ടുകാരെ? ഇന്ത്യൻ ഭരണഘടനയില് ആർട്ടിക്കിൾ 17 അയിത്തത്തിനെതിരെയാണ് അല്ലെ. നിങ്ങൾക്കറിയാം, അൺടച്ചബിലിറ്റി, അസ്പൃശ്യതാ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാത്മാഗാന്ധിജി കി ജയ് എന്ന മുദ്രാവാക്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണെന്ന് PSC ഒട്ടനവധി തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 1917 നിങ്ങളുടെ മനസ്സിൽ അവിടെ കണക്ട് ചെയ്ത് വെക്കുക. 17ാമത്തെ ആർട്ടിക്കിൾ അയിത്തത്തിനെതിരെയാണ്. അപ്പൊ 1917 തളി ക്ഷേത്ര പ്രക്ഷോഭമാണ് അല്ലെ. ഇവിടെ തളിയാന പനിനീർ എന്ന് പറയുമ്പോൾ അയിത്തം ആലോചിക്കുക, കോഴിക്കോട് ആലോചിക്കുക. 19 നോക്കൂ. 19 എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 മൗലികാവകാശങ്ങളിൽപ്പെട്ട 19ാമത്തെ ആർട്ടിക്കിൾ എന്താ പറയുന്നത്? 6 പൗരാവകാശങ്ങൾ അല്ലെങ്കിൽ പൗര സ്വാതന്ത്ര്യത്തെ കുറിച്ച് അല്ലെ. നമുക്ക് മൗലികാവകാശങ്ങൾ 6 ഉണ്ട്, നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ പൗരാവകാശങ്ങൾ, ഇപ്പൊ പൗരം എന്നുള്ള പേര് അവിടെ കിട്ടുകയാണ് ആർട്ടിക്കിൾ 19. ഇവിടെ നോക്കൂ, പൗരം, പൗരസമത്വമാണ്, 2 സമം അല്ലെ. 19 ഇപ്പൊ പൗരസമത്വ പ്രക്ഷോഭം. 1921 മലബാർ കലാപം എല്ലാവർക്കും അറിയുന്നതാണ്. 24 വൈക്കം സത്യാഗ്രഹം. 26 വൈക്കം സത്യാഗ്രഹം കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നോക്കൂ, ഒരു 2 വർഷം കഴിഞ്ഞാല് ശുചീന്ദ്രമാണ്. വൈക്കം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞാൽ ശുചീന്ദ്രം സത്യാഗ്രഹം. അത് വീണ്ടും ആരംഭിക്കുന്ന 1930 എന്നൊരു റാങ്ക് മേക്കിംഗ് ചോദ്യം കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1930 നിയമലംഘനം നമുക്ക് അറിയുന്നതാണ്. ഇവിടെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കാറുണ്ട് ഉ ഗു നി എന്ന്. കേരളത്തിലെ എല്ലാ സുഹൃത്തുക്കൾക്കും അറിയുന്ന ഒരു കോഡാണ് അല്ലെ. 1930 എന്താണ്? ഉപ്പ് സത്യാഗ്രഹം. ഗുരുവായൂർ പ്രക്ഷോഭം 31, നിവർത്തന പ്രക്ഷോഭം 32. കണ്ടോ, ഗുരുവായൂർ 31, നിവർത്തനം 32. അപ്പൊ നിയമലംഘനം എന്ന് പറഞ്ഞാൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 30-ലാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. 1936 ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കൂട്ടുകാരെ, പഠിക്കാൻ ഒരു എളുപ്പമുണ്ട്. നോക്കൂ, നിങ്ങൾ 36 എന്ന് പറയുമ്പം നോക്കൂ, ക്ഷേത്രത്തിൽ വൈദ്യുതി ഇല്ല എങ്കിൽ, ഇപ്പൊ വൈദ്യുതി വിച്ഛേദിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം KSEB നിങ്ങളിപ്പോ റീസെന്റ് പല വാർത്തകളും കേൾക്കുന്നുണ്ടാവും. അപ്പൊ ക്ഷേത്രത്തിൽ വൈദ്യുതി ഇല്ല എങ്കിൽ അവിടുത്തെ ജീവനക്കാരെല്ലാം പട്ടിണിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 36, പട്ടിണി ജാഥ 36, വൈദ്യുതി സമരം അല്ലെങ്കിൽ വൈദ്യുതി പ്രക്ഷോഭം 36. സെറ്റ് അല്ലേ? പഠിച്ചു. വർഷങ്ങൾ മാത്രമേ ഞാനിപ്പോ പറയുന്നുള്ളൂ, ബാക്കി നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ. 38 നോക്കൂ, കല്ലറ പാങ്ങോട് സമരം. 38 കടക്കൽ സമരം. 38 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സമരം. 38 ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ശരിക്കും ഇങ്ങനെ ഒരു കോഡ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പഠിക്കാൻ വേണ്ടി മാത്രം. കോൺഗ്രസ്സുകാര്, പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ കോൺഗ്രസ്സുകാര് നല്ല ഉത്തരവാദിത്തമുള്ളവരാണ്. അവർ ഈ സമരത്തിന് പോകുന്ന നിങ്ങൾക്കറിയാം, പൊതുവെ പോലീസുമായിട്ടുള്ള സമരമൊക്കെ നടക്കുമ്പോൾ അവിടെ തൊട്ടടുത്തുള്ള മാധ്യമ പ്രവർത്തകർക്കും കടകൾക്കൊക്കെ ഏറ് കിട്ടാറുണ്ട്. അപ്പൊ കല്ലേറ് കടകൾക്ക് കിട്ടാതെ നോക്കാറുണ്ട്. തിരുവിതാംകൂറിലെ കോൺഗ്രസ്സുകാർ അവർ ഉത്തരവാദിത്തമുള്ളവരാണ്. പഠിക്കാൻ വേണ്ടി ആലോചിച്ച് വെച്ചേ. ഓക്കെ, നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ ഒരു സങ്കല്പം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകില്ല. 38 നോക്കൂ, 38 ആളുകളാണ് സമരത്തിന് പോകുന്നത് കോൺഗ്രസിന്റെ. അപ്പൊ 1938 നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ആലോചിച്ച് വെക്കാം. ഒരു 10-38 ആളുകൾ വെറുതെ ഒന്ന് ആലോചിച്ച് വെക്കുക. അല്ലെങ്കിൽ 1938 എന്ന് പറഞ്ഞ വർഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കണക്ട് ചെയ്തൂടെ? കണക്ട് ചെയ്യാം. അപ്പൊ 38 ആളുകൾ അല്ലെങ്കിൽ 1938 കണക്ട് ചെയ്യാം. എന്താ പറഞ്ഞത്? ഈ പറയുന്ന തിരുവിതാംകൂറിലെ കോൺഗ്രസ്സുകാർ ഉത്തരവാദിത്തമുള്ളവരാണ്. അവര് കടയ്ക്കൊന്നും കല്ലെറിയില്ല. കല്ലറ പാങ്ങോട് സമരം, കടക്കൽ സമരം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചു. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ച ശേഷം മക്കളെ നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് 1939-ലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് 1939-ലാണ്. മൊറായ സമരം, നമ്മുടെ കോഡ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മൊറത്തിൽ കൈയിട്ട് അരിയെടുക്കും അല്ലെ. ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ ഒട്ടനവധി തവണ എടുത്തതാണ്. വളരെ ഹിറ്റായ പല കോഡുകളും കേരള ഹിസ്റ്ററിക്കുണ്ട്. അതൊക്കെ ഏത് ക്ലാസ്സിലാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ 1940 മൊറായ സമരം, 41 കയ്യൂർ സമരം, 42 കീയരിയൂർ സമരം. ഓക്കെ, മൊറത്തിൽ കൈയിട്ട് അരിയെടുത്തു. മൊറായ, കയ്യൂർ, കീയരിയൂർ. 40, 41, 42. ഊഗൂനി കേരളത്തിൽ ആരോ ഉണ്ടാക്കിയ വളരെ ഹിറ്റായ കോഡാണെങ്കിൽ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കോഡാണ്. മുറത്തിൽ കൈയിട്ട് അരി എടുക്കുക. മുറം, കൈ, അരി. നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്കും കിട്ടും. സെറ്റാണോ? സെറ്റാണോ? നമ്മുടെ സ്വന്തം കോഡാണ്, നിങ്ങൾക്ക് എടുത്തു പഠിക്കാം. 1946 നോക്കൂ, പുന്നപ്ര വയലാർ സമരം നടക്കുന്നു. കരിവള്ളൂർ സമരം. ഇത് ഞാൻ ആലോചിച്ച് വെക്കുന്ന ഒരു ട്രിക്ക്, ഒരു പൊടിക്കൈ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ പൊടിക്കൈ ഇങ്ങനെയാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു സങ്കല്പം വേണം. എന്താ സങ്കല്പം എന്നറിയോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകണം 47. അതിന് ഒരു വർഷം മുമ്പ് എന്താ നടന്നറിയോ? നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ സ്വാതന്ത്ര്യം കിട്ടുന്നത് ഒരു വർഷം മുമ്പാണ്. MSPയിലെ കുറച്ച് പോലീസുകാർ എന്ത് ചെയ്യുകയാണ് കൂട്ടുകാരെ? എന്ത് ചെയ്യുകയാണ്? വയലിലൂടെ വരികയാണ്. അവരുടെ കയ്യിൽ നിറച്ചും അല്ലെങ്കിൽ അവരുടെ തലയിലും കയ്യിലും ചുമലിലൊക്കെ അവര് ഒരുപാട് കരിവിറകുകൾ, നോക്കൂ, നല്ല
ഈ കരിക്കട്ടകൾ വിറക് പോലെ കത്തിക്കാൻ വേണ്ടി കാർബണായി കിടക്കുന്ന കരികൾ നമ്മൾ ഉപയോഗിക്കാറില്ലേ? പല സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിരട്ടക്കരിയും നമ്മളിപ്പോ വീടിനകത്ത് ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഈ കനലിട്ടിട്ടൊക്കെ നമ്മൾ വേവിക്കാറില്ലേ? ആ സമയത്ത് നമുക്ക് കരി ആവശ്യമുണ്ട്. അപ്പൊ നോക്കൂ, വയലിലൂടെ കരിയുള്ള വിറകുമായിട്ട് ഒരു കൂട്ടം MSP പോലീസുകാർ വരികയാണ്. ഇവരത് കൊണ്ടുവച്ചവരെ മേത്തൊക്കെ ചരി എന്താ പറയാ ഈ കരിയൊക്കെ ആവുമല്ലോ അല്ലെ? അപ്പോ അങ്ങനെ കുറച്ച് പോലീസുകാർ എന്ത് ചെയ്യുന്നുണ്ടറിയോ? NSS ഒക്കെ ചെയ്യുന്ന ആ കണ്ടത്തിലുള്ള പുല്ലെല്ലാം കൈകൊണ്ട് പറിക്കുന്നുണ്ട്. കണ്ടം എന്ന് പറഞ്ഞാൽ പറമ്പിലെ പുല്ലെല്ലാം കൈകൊണ്ട് പറിക്കുകയാണ്. അപ്പൊ കണ്ടത്തില് കൈകൊണ്ട് പുല്ല് പറിക്കുന്നു. കണ്ടത്തിൽ കൈകൊണ്ട് പുല്ല് പറിക്കുന്ന കുറച്ച് പോലീസുകാര് വയലിലൂടെ കരിയുള്ള വിറകുമായി വരുന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്യാണ്? ഈ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ കൂട്ടമായിട്ട് കുളത്ത് പോയി കുളിക്കുകയാണ്. ഈ ഒരു കഥ, ഈ ഒരു സങ്കല്പം ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് മുതൽ ഇന്ന് വരെ വർഷങ്ങളായി ഇപ്പോഴും മനസ്സിൽ ഈ ഒരു ചിത്രം ഇങ്ങനെ നിൽക്കും. അപ്പൊ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് ഒന്ന് പഠിക്കാൻ പറ്റുന്നതാണ് എന്റെ ഒരു ഓർമ്മ, വിശ്വാസം. നിങ്ങൾ എന്ത് ചെയ്യുക? ഓർമ്മയിൽ നിൽക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. എന്താണ് പറഞ്ഞത്? MSPയിൽ ഒരു കൂട്ടം പോലീസുകാര് ഈ പറയുന്ന വയലിലൂടെ കരിയും വിറകുമായിട്ട് വരുന്നുണ്ട്. അവര് കുറച്ചാളുകൾ കണ്ടത്തിൽ പോയിട്ട് കൈകൊണ്ട് പുല്ല് പറിക്കുന്നുണ്ട്. അങ്ങനെ എന്താണ്, അവര് കൂട്ടമായിട്ട് കുളത്ത് പോയിട്ട് കുളിക്കുന്നു. പുന്നപ്ര വയലാർ സമരം ഐതിഹാസികമായ കേരളത്തിലെ സമരങ്ങളാണ് അല്ലെ? കരിവള്ളൂർ സമരം, തോൽവിറക്ക് സമരം, കുട്ടംകുളം സമരം, MSP സമരം, കണ്ടക്കൈ പുല്ലുപറി സമരം അല്ലെ? അപ്പോ ഈ പറയുന്ന സമരങ്ങളെല്ലാം CRTയിൽ വരെ ഇതെല്ലാം പരാമർശിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ക്ലാസ് അടുത്ത സ്ലൈഡിൽ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നോക്കൂ, പാലിയം സത്യാഗ്രഹം നടക്കുന്നു. ഇതും നമ്മളൊരു കോഡൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ ഓർമ്മ ഉണ്ടാവും. അവിടെ പാല് കാച്ചുന്നു, ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുന്നു അല്ലെ? അവിടെ പാല് കാച്ചുന്നു, ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുന്നു. നമ്മുടെ ശ്രീനിവാസന്റെ ഡയലോഗ് പോലെ ആലോചിക്കുക. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ കേരളത്തിൽ പാല് കാച്ചിയാണ്. പാലിയം സത്യാഗ്രഹം. 48 സ്വാതന്ത്ര്യത്തിന് ശേഷവും നിങ്ങൾക്കറിയാം ഫ്രഞ്ചുകാരുടെ അധീനതയായ പ്രദേശം. അതുകൊണ്ട് തന്നെ മാഹി 48 മാഹി വിമോചന സമരം. നമ്മൾ ഇന്നലെ പരീക്ഷയ്ക്ക് ചോദിച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസ് എടുക്കുന്നത് 2024 LDC തിരുവനന്തപുരം ജില്ല പരീക്ഷ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ്. അപ്പോ ആ തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ച ഒന്നാമത്തെ ചോദ്യത്തിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു ചാന്നാർ ലഹള. ചാന്നാർ ലഹളയെ കുറിച്ച് കൂട്ടുകാർ ഓൾറെഡി ഇതിനോടകം പഠിച്ചു. വർഷം 1859 മേൽമുണ്ട് സമരം അല്ലെങ്കിൽ മേൽമുണ്ട് കലാപം, മാറുമറയ്ക്കൽ സമരം എന്നൊക്കെ വിളിക്കുന്നത് ചാന്നാർ ലഹളയാണ്. മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണ്. ക്രിസ്തുമതത്തിൽ ചേർന്ന ചാന്നാർ സ്ത്രീകൾക്ക് ദിവാൻ കേണൽ മൺട്രോ കുപ്പായം ധരിക്കാൻ അനുവാദം നൽകിയിരുന്നു. ഇതിനു പുറമെ ഉത്തരീയവും അണിഞ്ഞ് പൊതുരംഗങ്ങളിൽ ഇറങ്ങിയ ചാന്നാർ സ്ത്രീകളെ ഉയർന്ന ജാതിക്കാരായ ഹിന്ദുക്കൾ ആക്രമിച്ചു. അപ്പൊ കൂട്ടുകാർ പഠിച്ചു വെച്ചേ, 1822 ഒന്നാം ചാന്നാർ ലഹള നടന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അങ്ങനെ ഈ ചാന്നാർ ലഹളയുടെ കാര്യങ്ങൾ ഞാൻ ഇവിടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കുക, PDF ഒക്കെ തരും. അങ്ങനെ ചാന്നാർ ലഹള വിവിധ ഘട്ടങ്ങളായിട്ട് തിരുവിതാംകൂറിൽ നടക്കുന്നു. അവസാനം മേൽവസ്ത്രം ധരിക്കാൻ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ്. ഒരു അനുവാദം തിരുവിതാംകൂറിൽ നിന്ന് ലഭിക്കുകയാണ്. ആ ഡേറ്റ് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ആ ഒരു തീരുമാനം എടുത്ത ദിവസം 1859 ജൂലൈ മാസം 26-ാം തീയതി. ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും, 1859 ജൂലൈ 26-ാം തീയതി. അടുത്ത് നോക്കൂ, ആ സമയത്ത് തിരുവിതാംകൂറിലെ രാജാവ് ഇങ്ങനെ ഐതിഹാസികമായ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയ ആ ഒരു തീരുമാനമെടുത്ത 1859 ജൂലൈ 26-ാം തീയതി ഉത്തരവിറക്കിയ മഹാരാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ആരാണ് ഉത്തരവിറക്കിയത്? ഉത്രം തിരുനാളാണ്. അന്നത്തെ മദ്രാസിലെ ഗവർണർ അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇദ്ദേഹത്തിനെ കാരണമായി മാറിയ, അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തിയ ബ്രിട്ടീഷുകാർ ഇങ്ങനത്തെ പല പുരോഗമന കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടില്ലേ? അവർ നമ്മളെ ഭരിച്ച് ദ്രോഹിച്ചെങ്കിലും പല ഇത്തരം കാര്യങ്ങളും അവരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ മാറ്റം വന്നതാണ്. ലോർഡ് ഹാരിസ് ആണ്. ആരാണ്? ലോർഡ് ഹാരിസ്. 1859 ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒന്ന് കയർ ഫാക്ടറിയാണ്. ജെയിംസ് ഡാറ ഡാറാസ് മെയിൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു. അയർലാൻഡുകാരനായ ജെയിംസ് ഡാറയുടെ കയർ ഫാക്ടറി. കേരളത്തിലത്തെ കയർ ഫാക്ടറി എവിടെ വരുന്നു? 1859. നേരത്തെ കയർ ഫാക്ടറി പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞത് പോസ്റ്റ് ഓഫീസ് ആണ് അല്ലെ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റ് ഓഫീസിന്റെ കൂടെ നിങ്ങൾ നേരത്തെ മ്യൂസിയം പഠിച്ചിരുന്നു. മ്യൂസിയത്തോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ആരംഭിച്ച ഒരു സംഭവമാണ് സൂ, മൃഗശാല. ആ മൃഗശാല കൃത്യമായിട്ട് മൃഗശാല എന്ന രൂപത്തിലേക്ക് വരുന്നത് 1859 അപ്പൊ കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയും തിരുവിതാംകൂറിലെ തിരുവനന്തപുരം മൃഗശാലയും സ്ഥാപിച്ചത് 59. തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ചതും 1859.
ഈ 3 കാര്യങ്ങളോടൊപ്പം നിങ്ങൾ എന്ത് ചേർത്ത് പഠിക്കുക? ചാന്നാർ ലഹള പഠിക്കുക. തിരുവിതാംകൂറിലെ പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ സ്ഥാപിച്ചതും കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയും തിരുവനന്തപുരത്തെ മൃഗശാല സ്ഥാപിച്ചതും ചാന്നാർ ലഹളയും ഒരേ വർഷമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ട്രെയിൻ ഓടി തുടങ്ങിയത് 1761 മാർച്ച് 12-നാണ്. ഈ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ വിശദമായിട്ട് കേരള ചരിത്രം നല്ല രൂപത്തിൽ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസ് അല്ല, ഒട്ടനവധി ക്ലാസ്സുകളുണ്ട്. അതിൽ ഏറ്റവും ബെറ്റർ ആയ ക്ലാസ്, ആ ക്ലാസിന്റെ ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത ഈ ഒരു ഒന്നാമത്തെ പാർട്ട് അനുബന്ധ വസ്തുതകൾ ക്ലാസിന്റെ പ്ലേലിസ്റ്റിനകത്ത് കൊടുക്കാം. ഇത് ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിൽ. അപ്പൊ കൂട്ടുകാർക്ക് ഓർഡർ ആയിട്ട് ഇനി LDC എക്സാം എഴുതാൻ പോകുന്നവർക്ക് എന്തെല്ലാം പഠിക്കണമോ അതെല്ലാം നമ്മുടെ ഒരു പുതിയ പ്ലേലിസ്റ്റിനകത്തേക്ക് ഞാൻ ഉൾപ്പെടുത്തി തരാം. അപ്പൊ ഒന്നാമത്തെ വീഡിയോ ഈ ഒരു ക്ലാസ് ആയിരിക്കും. അതിനുശേഷം ഈ വീഡിയോ എല്ലാം ആ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. അവിടെ ഞാൻ ഇതിന്റെയൊക്കെ വീഡിയോ ലിങ്ക് കൊടുക്കും. ടെലഗ്രാമിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. പഴശ്ശിരാജ വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. മാപ്പിള കലാപം അഥവാ മലബാർ കലാപത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ട് കീറി മുറിച്ച ഒരു LDCക്ക് വേണ്ടതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ആ ക്ലാസ്സും 3 ക്ലാസ്സിലും വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ കാണണം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനി എഴുതാൻ പോകുന്ന ഏതൊരു കേരള PSC പരീക്ഷകൾക്കും വളരെ പ്രയോജനം ചെയ്യുന്ന കംപ്ലീറ്റ് SCERTയിലെ എല്ലാ പോയിന്റുകളും പ്ലസ് പ്രധാനപ്പെട്ട മുഴുവൻ റാങ്ക് ഫയലുകൾ, മറ്റുള്ള പുസ്തകങ്ങൾ, ഇവയെല്ലാം അരിച്ചു പെറുക്കിയിട്ട് നമ്മളൊരു മാരത്തോൺ ക്ലാസ് 5 മണിക്കൂർ ക്ലാസ് ചെയ്തിരുന്നു. ആ 5 മണിക്കൂർ ക്ലാസിന്റെ 2 ഭാഗങ്ങളായിട്ടാണ് ആ ക്ലാസ്സും നമ്മുടെ ഈ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തും. അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കേരള ഹിസ്റ്ററിയിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വർഷങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രക്ഷോഭങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പൊ കിയരിയൂർ ആയിക്കോട്ടെ, കടയ്ക്കൽ പ്രക്ഷോഭം ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈഴവ മെമ്മോറിയൽ, മലയാളി മെമ്മോറിയൽ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ പഠിക്കുന്നുണ്ട്. അത് കൂട്ടുകാർ കാണാൻ ശ്രമിക്കുക. അതോടുകൂടി നിങ്ങൾക്ക് കേരള ഹിസ്റ്ററിയിലെ മാർക്ക് സെറ്റ് ആണ്, ഒരു സംശയമില്ല. സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഇതാ, ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ചാന്നാർ ലഹളയുമായി ബന്ധപ്പെട്ട സാമൂഹിക ഉത്തരം കിട്ടിയോ? അയ്യാ വൈകുണ്ഠസ്വാമിയാണ്. ഓക്കെ കൂട്ടുകാരെ, അടുത്തത് നമ്മൾ വൈക്കം സത്യാഗ്രഹം നോക്കുകയാണ്. നമ്മൾ ചാന്നാർ ലഹള പഠിച്ചു, രണ്ടാമത്തെ വൈക്കം, പിന്നെയുള്ളത് മലബാർ കലാപമാണ്. മലബാർ കലാപം ഞാൻ പറഞ്ഞു, വീഡിയോ ക്ലാസ്സും നിങ്ങൾ അത് കണ്ടു പഠിക്കുക. പിന്നീടുള്ള ക്ഷേത്രപ്രവേശന വിളംബരമാണ് അല്ലെ നമ്മുടെ ആ ഇന്നത്തെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് ക്വിക്കായിട്ട് നമുക്ക് ആദ്യം കുറച്ച് വസ്തുതകൾ നോക്കാം. 1923 INC കാക്കിനട സമ്മേളനത്തിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. TK മാധവൻ എന്ന് പറയുന്ന മലയാളിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാക്കിനട സമ്മേളനം, മൗലാന മുഹമ്മദ് അലി ജൗഹർ അധ്യക്ഷനായ കാക്കിനട സമ്മേളനത്തിൽ ആ ഒരു റെസൊല്യൂഷൻ അവതരിപ്പിക്കുന്നത് മലയാളിയാണെന്ന് ആലോചിച്ച് വെക്കുക. TK മാധവനാണ്. INC കാക്കിനട സമ്മേളനം, അതാണ് ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു തുടക്കം എന്ന് പറയാം. കാരണം കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കത്തക്ക രൂപത്തിലുള്ള ആദ്യത്തെ ഒരു വലിയ പ്രക്ഷോഭം നമ്മുടെ ഐത്തത്തിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് വളരെ കൃത്യമായിട്ട് പഠിക്കുക. മാർച്ച് 30, 1924 മാർച്ച് 30. സെപ്റ്റംബർ മാസം 27-ാം തീയതി നമ്മുടെ ശ്രീനാരായണ ഗുരു ഈ ഒരു സമരം സന്ദർശിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റാർ ഇട്ട് വെക്കുന്നു. കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്ത് PSC പരീക്ഷകൾ ചോദിക്കുന്ന 2 ഡേറ്റ് ആണ്. നവംബർ 1, നവംബർ 12. മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് സവർണ ജാഥ ആരംഭിച്ചത് നവംബർ 1-ാം തീയതി. നവംബർ 12 ആയപ്പോഴേക്കും തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. ഫെബ്രുവരി 7 N കുമാരൻ, പിറ്റേത്തെ വർഷമാണ് N കുമാരൻ അന്നത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിലില് അല്ലെങ്കിൽ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കുകയാണ്. മാർച്ച് 8-ാം തീയതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. മഹാത്മാഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെത്തുകയാണ്. ഗാന്ധിജി വൈക്കത്തെത്തുന്നു മാർച്ച് മാസം 8-ാം തീയതി അല്ലെ, വനിതാ ദിനം ആലോചിച്ച് വെച്ചാൽ മതി. വൈക്കത്ത് ഗാന്ധിജി എത്തുന്നു 1925. മാർച്ച് 12-ാം തീയതി ഗാന്ധിജി നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെ കണ്ടുമുട്ടുന്നു. മാർച്ച് 12-ാം തീയതി 1925, മാർച്ച് 8, മാർച്ച് 12 ഓർത്ത് വെച്ചേക്കുക. നവംബർ 23 ഒന്ന് ശ്രദ്ധിച്ചു വെക്കണേ, 1925 നവംബർ മാസം 23-ാം തീയതി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത സ്റ്റാർ ഇട്ട് വെക്കാം. നവംബർ 23. പിറ്റേത്തെ വർഷം നവംബർ 23-ാം തീയതി നിരത്തുകൾ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ വിളംബരം പുറപ്പെടുവിക്കുകയാണ്. 28 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളും തുറന്നു. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഓരോന്ന് നോക്കിയാലോ. ഇന്ത്യയിൽ ഐക്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. അതുപോലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ സമരമാണ്. INC കാക്കിനട സമ്മേളനം നമ്മൾ പറഞ്ഞു, പ്രമേയം അവതരിപ്പിച്ചത് TK മാധവനാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് ടി കെ മാധവനാണ്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ കെ കേളപ്പനുണ്ട്, സി വി കുഞ്ഞിരാമനുണ്ട്, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കെ പി കേശവനൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചോദ്യം ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് ചോദിക്കാം, ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാം. സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച നേതാവ് ആരെന്ന് ചോദിച്ചാൽ ടി കെ മാധവനല്ല, കെ പി കേശവമേനോനാണ്. കെ പി കേശവമേനോൻ. എന്താണ് കൂട്ടുകാരെ? വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ കാലം ജയിൽവാസം അനുഭവിച്ച നല്ല തലമുതിർന്ന ആളായതുകൊണ്ട് മൂപ്പരെ കൂടുതൽ കാലം ജയിലിട്ട് കേട്ടോ, കെ പി കേശവമേനോൻ. ഓക്കെ, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച് നമ്മൾ പഠിച്ചു മാർച്ച് 30-ാം തീയതിയാണ്. 603 ദിവസം. ആ സംഖ്യ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ ചോദ്യം ഉൾപ്പെടുത്തും. 603 ദിവസം. മക്കളെ, എന്തിനാണ് ഇത് ഇത്രയും വിശദമായിട്ട് ഞാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 2024 100ാമത്തെ വാർഷികം കേരളം വിപുലമായിട്ട് ആഘോഷിക്കുകയാണ് കേരള സർക്കാർ. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ ഈ വർഷത്തെ PSC പരീക്ഷകൾ തീർച്ചയായിട്ടും വൈക്കം സത്യാഗ്രഹം കടന്നു വരും. അപ്പൊ നിങ്ങൾ വിശദമായിട്ട് തന്നെ ഓരോ പോയിന്റും നുള്ളിപ്പെറുക്കി പഠിക്കുക. കുഞ്ഞാപ്പിയും ബാഹുലേയനും ഗോവിന്ദ പണിക്കരുമായിരുന്നു ഈ ഒരു സമരം ആരംഭിച്ചത്. 3 വ്യക്തികൾ ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നീ 3 പേരാണ് ആരംഭിച്ചത്. സത്യാഗ്രഹത്തിന് ആശ്രമമായി ഉപയോഗിച്ച ഗുരുവിന്റെ മഠം വെല്ലൂർ മഠമാണ്. കൂട്ടുകാർ നോട്ട് ചെയ്ത് വെക്കുക. നിവേദനം സമർപ്പിക്കാൻ നേതൃത്വം നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ്. ഏകദേശം 23,000 പേര് ഒപ്പിട്ടിരുന്നു കേട്ടോ. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയാണ്. അനുകൂലിച്ച് വൈക്കത്തെത്തിയ ദേശീയ നേതാക്കൾ ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ഗാന്ധിജി എല്ലാവർക്കും കിട്ടും, EV രാമസ്വാമി നായ്ക്കറും എല്ലാവർക്കും കിട്ടും, ലാല സിംഗ് എന്നോർത്ത് വെക്കുക, ആചാര്യ വിനോബ ഭാവെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നിരീക്ഷകനായിട്ട് വന്നത് ആരാണ്? ആചാര്യ വിനോബ ഭാവെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വൈക്കത്തേക്ക് നിരീക്ഷകനായിട്ട് അയച്ചത് ആചാര്യ വിനോബ ഭാവെയാണ്. ഗുരു സമര സന്ദർശനം നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ മാസം 27-ാം തീയതിയാണ്. സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഗുരുവിന്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവർദ്ധനും കോട്ടുകോഴിക്കൽ വേലായുധനും. ഓക്കെ, ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരൊക്കെയാണ് ഈ സമരത്തിൽ പങ്കെടുത്ത വൈക്കം സത്യാഗ്രഹത്തില്? കോട്ടുകോഴിക്കൽ വേലായുധനും സ്വാമി സത്യവർദ്ധനുമാണ്. കൂട്ടുകാരെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ പഠിക്കാൻ പറ്റും. ഇഷ്ടത്തോടുകൂടി ആലോചിക്കുക. KPCC രൂപീകരിച്ചു, അയിത്തോച്ചാടന കമ്മിറ്റി. ഇത് ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് 10 ദിവസത്തോളം നിരാഹാരം കടക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ മനുഷ്യൻ. ഇദ്ദേഹമാണ് കേരള ഗാന്ധിയിലെ കെ കേളപ്പൻ. ഇപ്പൊ KPCC രൂപീകരിച്ച അയിത്തോച്ചാടന കമ്മിറ്റിയുടെ കൺവീനർ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് കെ കേളപ്പനാണ്. വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചത് എല്ലാവർക്കും ചോദ്യം ചോദിച്ചാൽ കിട്ടും, മന്നത്താണ് അല്ലെ. നവംബർ 1 ആരംഭിച്ചു എന്ന് പറഞ്ഞു, നേരത്തെ നവംബർ 12 തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞു. ഗാന്ധിജി വൈക്കത്തെത്തി നമ്മൾ പറഞ്ഞു മാർച്ച് 8-നാണ്. ശ്രീനാരായണ ഗുരുവിനെ കണ്ടതും നമ്മൾ പറഞ്ഞു. സത്യാഗ്രഹത്തെ കുറിച്ച് ഗാന്ധിജി ലേഖനം എഴുതിയ പത്രം നല്ല ഒരു ചോദ്യമാണ് മക്കളെ. ഇതാ ഞാൻ സ്റ്റാർ ഇട്ട് വെക്കാം, കൂട്ടുകാർ പഠിച്ചു വെക്കണം. കൂട്ടുകാരെ, വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് മഹാത്മാഗാന്ധിജി ലേഖനം എഴുതിയ പത്രത്തിന്റെ പേര് യങ് ഇന്ത്യ. ആ ഒരു യങ് ഇന്ത്യ പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്ന മലയാളിയായിരുന്നു ജോർജ് ജോസഫ്. അതുകൂടി അതിന്റെ കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ എഡിറ്റർ അല്ലെ യങ് ആയിട്ടുള്ള ജോർജ് ജോസഫ് ആണെന്ന് ആലോചിച്ച് നോക്കുക. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി പിറ്റ് എന്ന് പറയുന്ന WH പിറ്റ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനും തമ്മിൽ ഒരു സന്ധി നടന്നു. അത് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോ നിങ്ങൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അത് വേറെയാണ്, ഇത് വേറെയാണ്. ഇത് ഗാന്ധി പിറ്റ് സന്ധിയാണ്. ഗാന്ധി പിറ്റ് സന്ധി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാളെ ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഗാന്ധി പിറ്റ് സന്ധി സ്വാഭാവികമായിട്ടും നമ്മൾ തെറ്റിക്കാൻ സാധ്യത ഏറെയാണ്. ഗാന്ധി പിറ്റ് സന്ധി പഠിച്ചോളുക. WH പിറ്റും ഗാന്ധിജിയും തമ്മിൽ ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ട് 1924 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് സന്ധി നടത്തിയത്. മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ചത് EV രാമസ്വാമി നായ്ക്കറാണ്. അദ്ദേഹമാണ് വൈക്കം ഹീറോ, വൈക്കം വീരർ, പെരിയോർ എന്നൊക്കെ വിളിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സ്മാരകം പ്രതിമ വൈക്കത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് MK സ്റ്റാലിൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ MK സ്റ്റാലിൻ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു ബന്ധമുണ്ട് വൈക്കം സത്യാഗ്രഹത്തിന്. വനിതകളുടെ സമരം നയിച്ചത് EV രാമസ്വാമി നായ്ക്കർ. ഈ പറയുന്ന വൈക്കം ഹീറോ ആണെങ്കിൽ വനിതകളുടെ സമരം നയിച്ചത് നാഗമ്മയാണ്. ആരാണ്? നാഗമ്മയാണ്. വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്നു നൽകിയത് അകാലികളാണ്. നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ചത് ME നായിഡുവാണ്. നോട്ട് ചെയ്ത് വെക്കണം, ME നായിഡുവും പെരിയോർ അഥവാ EV രാമസ്വാമി നായ്ക്കറും നിങ്ങൾ തെറ്റിക്കരുത്. എന്റെ ഒരു പ്രധാനപ്പെട്ട
ഒരു കൺസേൺ നിങ്ങൾ ആ മേഖല വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. നാഗർകോവിൽ എന്ന് പറയുന്നത് തമിഴ്നാട് നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ച് ചോദിച്ചാൽ നിങ്ങൾ എഴുതും ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. അല്ല, അത് എം.ഇ. നായിഡു ആണ്. എം.ഇ. നായിഡു. നമ്മൾ ശുചീന്ദ്ര സത്യാഗ്രഹം പഠിച്ചില്ലേ നേരത്തെ? എം.ഇ. നായിഡു ഓർത്ത് വെക്കുക. ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നുവെങ്കിൽ അവസാനിച്ച സമയത്ത് അല്ലെ 603 ദിവസം നീണ്ടുനിന്ന ഐതിഹാസികമായ സമര പോരാട്ടമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ആ ഒരു പോരാട്ടം അവസാനിച്ച സമയത്ത് റാണി സേതുലക്ഷ്മിബായി ആയിരുന്നു. റാണി സേതുലക്ഷ്മിബായി. സേതുലക്ഷ്മി. സത്യാഗ്രഹം തുടങ്ങിയ കാലത്തെ ദിവാൻ ടി രാഘവയ്യ ആയിരുന്നു. ടി രാഘവയ്യ. ശ്രീമൂലം ചായ കുടിച്ചുകൊണ്ട് തുടങ്ങിയെങ്കിൽ നോക്കൂ, വാട്സിന്റെ സേതുലക്ഷ്മി അല്ലെ, സേതുലക്ഷ്മിക്ക് എം.ഇ. വാട്സ്. സത്യാഗ്രഹം അവസാനിച്ച സമയത്ത് ദിവാൻ ആരായിരുന്നു? എം.ഇ. വാട്സ്. തുടങ്ങിയ സമയത്ത് ടി രാഘവയ്യ. കിഴക്കേ നട ഒഴികെ ഉള്ള നിരത്തുകൾ എല്ലാവർക്കും തുറന്നു കൊടുക്കാം. നമ്മൾ നേരത്തെ ഈ ഡേറ്റ് പഠിച്ചിരുന്നു, തുറന്നു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പൊ കിഴക്കേ നട തുറക്കില്ല, ബാക്കിയുള്ള എല്ലാ ഭാഗവും നിരത്തുകളെല്ലാം തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചത്, വിളംബരം ഇറക്കിയത് 1925 നവംബർ മാസം 23. ഡേറ്റ് വളരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. നവംബർ 23. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് ടി.കെ. മാധവനാണ്. അദ്ദേഹം ജനിച്ചത് 1885 സെപ്റ്റംബർ മാസം 2-ാം തീയതി കാർത്തികപ്പള്ളിയിലാണ്. കൂട്ടുകാരെ, ഞാൻ മുമ്പ് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനിച്ചു വീണ വർഷമാണ് ടി.കെ. മാധവനും പണ്ഡിറ്റ് കറുപ്പനും വാഗ്ബടാനന്ദനും ജനിച്ചത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പാഠ്യത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകനായ വാഗ്ബടാനന്ദൻ ജനിക്കുന്നത് 1885 ചേരാനെല്ലൂരിൽ ജനിക്കുന്നു പണ്ഡിറ്റ് കറുപ്പൻ 1885. കേരളത്തിന്റെ ലിങ്കൺ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പൻ അല്ലേ? അപ്പോ പണ്ഡിറ്റ് കറുപ്പൻ ജനിക്കുന്നതും 1885. വാഗ്ബടാനന്ദ സ്വാമി ജനിക്കുന്നത് 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജനിച്ചതും 1885. അങ്ങനെയാണെങ്കിൽ ടി.കെ. മാധവൻ ജനിച്ചത് സെപ്റ്റംബർ മാസം 2-ാം തീയതി കാർത്തികപ്പള്ളിയിലാണ്. കേരള നവോത്ഥാനത്തിന്റെ മേഘജ്യോതിസ് എന്നറിയപ്പെടുന്ന ടി.കെ. മാധവനാണ്. കൂട്ടുകാരെ, 1902 ഈഴവ സമാജം സ്ഥാപിച്ചു. ശ്രദ്ധിച്ചു വെക്കണേ, ഇത് ചെറിയ രൂപത്തിൽ മാറിക്കഴിഞ്ഞാൽ സംഗതി മാറും. SNDP കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചെങ്കിൽ ഈഴവ സമാജം 1902 ഒരു വർഷം പിറകോട്ട് പോകണം അല്ലെ. 1902 ഈഴവ സമാജം സ്ഥാപിച്ച് ഈഴവ അസോസിയേഷൻ എന്ന് വിളിക്കാം. അതാണ് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞത്. ഈഴവ അസോസിയേഷൻ അല്ലെങ്കിൽ ഈഴവ സമാജം. ആരാണ്? ടി.കെ. മാധവൻ. ദേശാഭിമാനി പത്രം 1915 ആരംഭിച്ചു. നമ്മൾ ഇന്ന് കാണുന്ന പാർട്ടിയുടെ പത്രം ദേശാഭിമാനി അതല്ല കേട്ടോ. ഇപ്പൊ കൊല്ലം ആസ്ഥാനമാക്കിയിട്ട് ദേശാഭിമാനി പത്രം ആരംഭിച്ചു ടി.കെ. മാധവനാണ്. അതിന്റെ ആദ്യത്തെ എഡിറ്റർ ടി.കെ. നാരായണനായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ മതി. അവിടെ നോട്ട് ചെയ്യൂ, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത നല്ല ചോദ്യമാണ്. ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന ലേഖനം എഴുതിയത് ഈ ഒരു പത്രത്തിൽ സി.വി. കുഞ്ഞിരാമനായിരുന്നു. ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് 1918 ശ്രീമൂലം പ്രജാസഭയിൽ വൈക്കം ക്ഷേത്രത്തിലെ തീണ്ടൽ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യമായി നിവേദനം സമർപ്പിച്ച വർഷം 1919. ഇദ്ദേഹം തുടങ്ങുന്നത് ഈ ഒരു സമര പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന 1919 നിവേദനം സമർപ്പിച്ചുകൊണ്ടാണ്. അന്ന് നിവേദനം സമർപ്പിച്ച ദിവാൻ എം. കൃഷ്ണൻ നായരാണ്. ശ്രീമൂലം പ്രജാസഭയിൽ വൈക്കം ക്ഷേത്രത്തിലെ തീണ്ടൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായി നിവേദനം സമർപ്പിക്കുന്ന ടി.കെ. മാധവൻ 1919. അതിനുശേഷമാണ് 1920 INC-യിലൊക്കെ ഇദ്ദേഹം പ്രമേയം അവതരിപ്പിക്കുന്നത്. അപ്പൊ ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം വീണ്ടും നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് 1920 21 അല്ലെ. അങ്ങനെ അവസാനമാണ് അദ്ദേഹം ഈ ഗാന്ധിജിയെ കണ്ടുപിടുന്നത്. 19 20 21 കേരളത്തിനകത്തുള്ള നിയമസഭ എന്ന് വിളിക്കാൻ പറ്റുന്ന അല്ലെ ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം ഈ വിഷയം അവതരിപ്പിക്കുന്ന യാതൊരുവിധ പ്രയോജനവും ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ആരും പരിഗണിക്കുന്നില്ല എന്ന് കണ്ട ഘട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഗാന്ധിജിയെ 1921 സെപ്റ്റംബർ മാസം 24 ഡേറ്റ് വർഷം ഇമ്പോർട്ടന്റ് അല്ല. ഗാന്ധിജി അദ്ദേഹം കണ്ടുമുട്ടി, നിങ്ങൾ ഓർത്തു വെക്കുക, തിരുനെൽവേലിയിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ്? ടി.കെ. മാധവൻ ഗാന്ധിജിയെ കണ്ടുമുട്ടിയ സ്ഥലം. നല്ല രൂപത്തിലുള്ള ചോദ്യങ്ങൾ കടന്നു വരുന്ന പരീക്ഷകളാണ്, അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക, തിരുനെൽവേലിയിലാണ്. പിന്നീട് കാക്കിനടയിൽ പോയിട്ട് അദ്ദേഹം INC സമ്മേളനത്തിൽ എന്ത് ചെയ്യുന്നു? പ്രമേയം അവതരിപ്പിക്കുന്നു. ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ സന്ദർശിക്കുന്നൊക്കെ 25. ഇദ്ദേഹത്തിന്റെ കൃതികൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ഷേത്ര പ്രവേശനം, എന്റെ ജയിൽവാസം, ഡോക്ടർ പൽപുവിന്റെ ജീവചരിത്രം. 3 പ്രധാനപ്പെട്ട കൃതികൾ നോട്ട് ചെയ്ത് വെക്കേ. ഏതൊക്കെയാണ്? ക്ഷേത്രപ്രവേശനം, എന്റെ ജയിൽവാസം, ഡോക്ടർ പൽപുവിന്റെ ജീവചരിത്രം. മാധവന്റെ ക്ഷണപ്രകാരം കോട്ടയത്ത് SNDP യോഗത്തിൽ പങ്കെടുത്ത ദേശീയ നേതാവാണ് മദൻ മോഹൻ മാളവ്യ. നല്ലൊരു പോയിന്റ് അല്ലേ, പഠിക്കാൻ പറ്റുന്നുണ്ടോ? മാധവന്റെ ക്ഷണപ്രകാരം കോട്ടയത്ത് SNDP യോഗത്തിൽ പങ്കെടുത്ത ദേശീയ നേതാവാണ് മദൻ മോഹൻ മാളവ്യ.
ഇദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ നങ്ങ്യാർ കുളങ്ങരയിലാണ്. മക്കളെ എവിടെയാണ്? നങ്ങ്യാർ കുളങ്ങര. നങ്ങ്യാർ കുളങ്ങരയില് ആലപ്പുഴ ജില്ലയില് TK മാധവന്റെ സ്മാരകം. അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ക്ലാസ് സ്ഥിരം യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ് തുടങ്ങിയിരുന്നു, പിന്നീട് അത് തുടർന്ന് കണ്ടില്ല, എവിടെ പോയി എന്നൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, എനിക്കറിയാം. നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ 100 ക്ലാസ്സുകൾ നൽകുമെന്ന് പറഞ്ഞു. ഒരിക്കലും 10-15 ദിവസം കൊണ്ട് എനിക്ക് ആ 100 ക്ലാസ്സുകൾ യൂട്യൂബിൽ എടുത്ത് അപ്ലോഡ് ചെയ്യൽ പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ട് തന്നെ ടെലഗ്രാം ചാനൽ വഴി കംപ്ലീറ്റ് ക്ലാസ്സുകൾ നൽകിയിരുന്നു. അപ്പൊ അതൊരു പെയ്ഡ് ആണോ എന്ന് ചോദിക്കും. കേരളത്തിൽ ഇതിലും കുറച്ച് ഫീസ് വാങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ അത്രയ്ക്കും ചെറിയൊരു ഫീസ്, ഒരു 100 രൂപയ്ക്ക് നമ്മുടെ എല്ലാ കോഴ്സും ഫുൾ ടൈം ഓഡിയോ ക്ലാസ്സുകളും PDF നോട്ടും ഒക്കെ നൽകിയിരുന്നു ടെലഗ്രാമിലൂടെ. അപ്പൊ യൂട്യൂബിൽ ഫോളോ ചെയ്ത ഒട്ടുമിക്ക ആളുകളും അവിടെ വന്നിരുന്നു. ഫീസ് അടച്ചവരെയും അടയ്ക്കാത്തവരും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ടെലഗ്രാം ക്ലാസ്സുകളൊക്കെ ഇനി വീണ്ടും LGS പോലുള്ള പരീക്ഷ എത്തുമ്പോഴേക്കും ഒരു 3-4 മാസം കൊണ്ട് നമ്മൾ 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ മുഴുവൻ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു ധാരണ. പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റഡി ക്ലാസ്സുകളും എക്സാമുകൾ, ഡെയിലി എക്സാമും കാര്യങ്ങളും PYQ SCRT എല്ലാ കാര്യങ്ങളും സ്റ്റഡി നോട്ടും എല്ലാ കാര്യങ്ങളും ലഭിക്കാൻ വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്താൽ ഇത്തരം ക്ലാസ്സും കിട്ടും നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ 100 രൂപയൊക്കെയാണ് ഫീസ് വരുന്നത്. അത്തരം ഡെയിലി 5:30 കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ടാവും, രാവിലെ 5:30. ഓഡിയോ ക്ലാസ് ആയിരിക്കും ആദ്യം പറയാണ്. PDF നോട്ടൊക്കെ അവൈലബിൾ ആയിരിക്കും, എക്സാം ഒക്കെ ഉണ്ടാവും. അതിനകത്ത് ജോയിൻ ചെയ്തവർക്കൊക്കെ വിശദമായിട്ട് വാട്സപ്പിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഒരുപാട് വരാൻ പോകുന്ന പരീക്ഷ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി LGSന് ശേഷം നമ്മൾ ആരംഭിക്കുന്ന ഒരു ബാച്ചാണ് വേരിയസ് LGSന്റെ ബാച്ച്. അത് ഒക്ടോബർ 1 മുതൽ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ ഓഗസ്റ്റ് 1 മുതൽ വേരിയസ് LGSന് വേണ്ടി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടെലഗ്രാമിലൂടെ. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 3-5 മാസം നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്, ടെലഗ്രാം കമ്പനീഷനും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് LGS ബാച്ച് ഉണ്ട്. അല്ലാത്തൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നിലവിലുണ്ട്. ഈ 2 ബാച്ചുകൾ, LD ബാച്ച് എന്ന് പറഞ്ഞൊരു ബാച്ചില്ല, എല്ലാവർക്കും LDCയുടെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് ടെലഗ്രാം കിട്ടും. ഓക്കെ, ക്ഷേത്രപ്രവേശന പ്രക്ഷോഭമാണ് അടുത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പൊ 4ാമത്തെ പ്രധാനപ്പെട്ട 1ാമത്തെ ചോദ്യത്തിലെ പ്രക്ഷോഭമാണ് അല്ലെങ്കിൽ പോയിന്റ് ആണ് ക്ഷേത്രപ്രവേശനം, അല്ലെ? ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് കൂട്ടുകാർ ആലോചിക്കുക TK മാധവന്റെ നേതൃത്വത്തിലാണ്. 19 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അവതരിപ്പിച്ചു, നേരത്തെ നമ്മൾ പഠിച്ചു. ആ വർഷം ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ഒന്ന് ഓർത്തു വെക്കുക. 1919. 1923 വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. കാക്കിനട സമ്മേളനത്തിൽ TK മാധവൻ അവതരിപ്പിച്ചു. 24 വൈക്കം സത്യാഗ്രഹം. ഇതൊക്കെയാണ് കേരളത്തിലെ തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നാൾവഴികൾ. അങ്ങനെ ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമായിട്ട് വൈക്കം സത്യാഗ്രഹം മാറുകയാണ്. അതിനുശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 1932 ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തിരുവിതാംകൂർ സർക്കാർ നിയോഗിച്ച ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ VS അച്യുതാനന്ദനല്ല, VS സുബ്രഹ്മണ്യ അയ്യരായിരുന്നു എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. VS സുബ്രഹ്മണ്യ അയ്യർ. അദ്ദേഹം 34 സമർപ്പിക്കുന്നത് കേട്ടോ, പക്ഷെ 32 അദ്ദേഹത്തെ നിയമിക്കുന്നത്. ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് തിരുവിതാംകൂറില് സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ തലവനായിരുന്നു VS സുബ്രഹ്മണ്യ അയ്യർ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സംഘടനയായിരുന്നു കേരള ഹരിജൻ സേവക് സംഘ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച സംഘടനയായിരുന്നു കേരള ഹരിജൻ സേവക് സംഘ്. ഈ ഒരു സംഘടനയുടെ അന്നത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് GD ബിർളയായിരുന്നു. സെക്രട്ടറി AV താക്കർ ആയിരുന്നു. പഠിച്ചു വെക്കുക. ഓക്കെ, ബിർള, താക്കർ. ഹരിജൻ സേവക് സംഘ്, ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിർളയും താക്കറും, അല്ലെ? ആലോചിച്ച് വെക്കണം. അങ്ങനെ ഇവര് തിരുവനന്തപുരത്ത് ഒരു സമ്മേളനം വെച്ചിട്ടുണ്ട് 36 മാർച്ച് മാസം 22-ാം തീയതി. ആ ഡേറ്റും ആ സംഭവവും അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളുക. 1936 ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹരിജൻ സേവക് സംഘിന്റെ സമ്മേളനം 36 മാർച്ച് 22. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും, നിങ്ങൾ അത് തന്നെ പഠിച്ചാൽ മതി. ബാക്കിയുള്ള വർഷങ്ങളൊക്കെ വിശദമായിട്ട് നന്നായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേരുണ്ടാവും. അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് മുഴുവൻ വസ്തുക്കളും കൊടുക്കുന്നത്. 36 ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ 1936 കൂട്ടുകാരെ കേരള ക്ഷേത്രപ്രവേശന സമ്മേളനം നടന്നു. കേരള ക്ഷേത്രപ്രവേശന സമ്മേളനം. അതിന്റെ അധ്യക്ഷ ശ്രീമതി രാമേശ്വരി നെഹ്റു ആയിരുന്നു. ഇതാ മേഡത്തിന്റെ ഫോട്ടോ കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പേര് ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ചോദ്യമായിരിക്കും PSC ചോദിക്കാൻ സാധ്യതയുണ്ടാവും. കേരള ക്ഷേത്രപ്രവേശന സമ്മേളനം 1936 നടന്നപ്പോൾ അതിന്റെ അധ്യക്ഷ ശ്രീമതി രാമേശ്വരി നെഹ്റു. ശ്രീമതി രാമേശ്വരി നെഹ്റു എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണം എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചു സമ്മേളനത്തിൽ. K കേളപ്പൻ.
36 നവംബർ മാസം 3-ാം തീയതി ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഏകദേശം 55,000 സവർണർ ഒപ്പിട്ട മെമ്മോറിയൽ സർ CP രാമസ്വാമി അയ്യർക്ക് സമർപ്പിച്ചു. അപ്പൊ സവർണർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിനൊരു തീഷ്ണത കുറയല്ലോ. അങ്ങനെ ആ ചരിത്ര പ്രസിദ്ധമായ വിളംബരം പുറപ്പെടുവിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നാണ് ഡേറ്റ്? എല്ലാവർക്കും അറിയാം, നവംബർ 12. 11-12 കൊല്ലവർഷത്തിന്റെ കാര്യമാണ്. തുലാം 27. അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 1-1-1-2 തുലാം 27. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്ര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തി സർ CP രാമസ്വാമി അയ്യർ ആയിരുന്നു. അന്ന് ഈ ക്ഷേത്രപ്രവേശനം എഴുതി തയ്യാറാക്കിയത് തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട കവിയായിരുന്ന ഉള്ളൂരായിരുന്നു. മറന്നു പോവണ്ട, മാറിപ്പോവണ്ട. പലപ്പോഴും CV രാമൻ പിള്ളയും ഉള്ളൂരും നിങ്ങൾ തെറ്റിക്കാറുണ്ട്. അപ്പൊ ഇത് മാറരുത്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂരാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ CV രാമൻപിള്ള എന്താണ് എഴുതി തയ്യാറാക്കിയത്? എന്തോ എഴുതി തയ്യാറാക്കിയിട്ട് എന്താ നിങ്ങൾ കമന്റ് ചെയ്ത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സുകളൊക്കെ നേരത്തെ കാണിച്ച ക്ലാസ്സുകളൊക്കെ കണ്ടു പഠിച്ച സുഹൃത്തുക്കളായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം. നോക്കൂ, PSC പരീക്ഷകൾ സ്ഥിരം വരുന്ന ഒരു ചോദ്യമാണ് ഈ സ്ലൈഡിലുള്ളത്. കൃത്യമായിട്ട് പഠിക്കണം. ഈ പ്രാവശ്യം LDCക്ക് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട അല്ലെങ്കിൽ കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണെന്ന് കൂട്ടുകാർക്ക് അറിയാം. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് TK വേലുപ്പിള്ളയാണ്. TK വേലുപ്പിള്ള സ്പിരിച്വൽ ആണ് അല്ലെ. അപ്പൊ തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് വേലുപ്പിള്ളയാണ്. TK വേലുപ്പിള്ള. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര തവണയാ PSC ചോദിച്ചത്? ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി. അപ്പം അത്ഭുതവും സ്മൃതിയും ഒക്കെ ആരുടെ വാക്കാ? ഗാന്ധിജിയുടെ വാക്കാണ്. അത്ഭുതവും സ്മൃതിയും ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നും ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നും ഗാന്ധിജി വിശേഷിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം. എടാ, വിപ്ലവം എന്നുള്ള വാക്ക് ആലോചിച്ച് നോക്കുക. അത് ഗാന്ധിജി പറയാൻ സാധ്യതയില്ല. രക്തം ഒന്നും ഗാന്ധിജി പറയുക ആലോചിക്കുക. ആകെ ഇതിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയും TK വേലുപ്പിള്ളയും C രാജഗോപാലാചാര്യാണ് മത്സരപരീക്ഷയ്ക്ക് ചോദിക്കാറ്. ഇപ്പൊ TK വേലുപ്പിള്ള നിങ്ങൾ പറഞ്ഞു സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞത് TK വേലുപ്പിള്ളയാണ്. അങ്ങനെയാണെങ്കിൽ അത്ഭുതമെന്നും ആധ്യാത്മിക വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നൊക്കെ പറഞ്ഞ ഗാന്ധിജിയാണെങ്കിൽ അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം. രക്തരഹിത വിപ്ലവം അത് ഏതാണ്? വേൾഡ് ഹിസ്റ്ററിയിലെ രക്തരഹിതമായ വിപ്ലവം അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ രക്തരഹിത വിപ്ലവം, മഹത്തായ വിപ്ലവം. അത് ഏത് വിപ്ലവമാണ്? ഒന്ന് കമന്റ് ചെയ്ത് ഏത് വർഷമാണെന്ന് കൂട്ടുകാർക്ക് അറിയാം. വേൾഡ് ഹിസ്റ്ററിയുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നമ്മുടെ സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ മറ്റൊരു ചാനൽ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന്റെ മുഴുവൻ മാർക്ക് എങ്ങനെ ചോദിച്ചാൽ നമുക്ക് കിട്ടും. അത്രയ്ക്കും ഗംഭീരമായിട്ട് അത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് അവസാനമായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഈ ഡേറ്റുകള് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ പഠിച്ചാൽ മതി എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ജസ്റ്റ് ഒന്ന് പറയാം ഞാൻ. 38 ഓഗസ്റ്റ് 30 മലബാർ ക്ഷേത്രപ്രവേശന ബില്ല് പ്രസിദ്ധീകരിച്ചു. 1938 ഡിസംബർ 1 മലബാർ ക്ഷേത്രപ്രവേശന ബില്ല് C രാജഗോപാലാചാരി മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചു. ജനുവരി മാസം 18 തീയതി മലബാർ ക്ഷേത്രപ്രവേശന ബില്ല് മലബാർ ഗവർണർ അംഗീകരിച്ചു. മെയ് 11 വൈസ്രോയ് അംഗീകരിച്ചു. എന്നാൽ ഈ താഴത്തെ കൊടുത്ത ഡേറ്റ് രണ്ടെണ്ണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം മക്കളെ ആലോചിച്ച് നോക്കൂ. ജൂൺ മാസം 2 തീയതി 1947 ജൂൺ മാസം 2 തീയതി കൂട്ടുകാരെ, ജൂൺ 2 സ്കൂളെല്ലാം തുറക്കുന്നത് മലബാറില് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതാണ് കേട്ടോ. 1947 ജൂൺ 2 മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു. 1947 ഡിസംബർ 20 കൊച്ചിയില് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു. കൊച്ചിയില് ഡിസംബറിൽ വരുന്നു. ഇനി ഒരു 4 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. ഇതുവരെ ക്ലാസ് കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ഒന്ന് പരിശോധിക്കുക. ഉത്തരങ്ങൾ അവിടെ ഞാൻ ആരെങ്കിലും കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിൻ ചെയ്തിട്ടുണ്ടാവും. 1887 വില്യം ലോഗൻ മലബാർ മാനുവൽ രചിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ രചനയിൽ സഹായിച്ച മലയാളി ആരാണ്? അറിയാത്തവർ അടുത്ത പാർട്ട് കാണുമ്പോൾ അതിന് ഞാൻ ആൻസർ പറയും. ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയപ്പോൾ പ്രസംഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ആരായിരുന്നു? സിഖുകാർ നടത്തുന്ന ഭോജനശാല ആസ്ഥാനത്താണെന്ന് തന്നെയുമല്ല, അത് ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യത്തിന് കേരളീയരുടെ ആത്മാഭിമാനത്തിന് തന്നെ
ഹാനികരവുമാണ്. സിഖ് സ്നേഹിതന്മാർ വിതരണം ചെയ്യുന്ന ആഹാര പദാർത്ഥങ്ങൾ കേരളീയർ മറ്റൊന്നും ആലോചിക്കാതെ കഴിക്കുന്നത് വെറുമൊരു ഭിക്ഷയായി മാത്രമേ ഞാൻ കണക്കാക്കുകയുള്ളൂ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വാക്കുകൾ ആരുടേതാണ്? അപ്പൊ വൈക്കം സത്യാഗ്രഹ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം ഈ വർഷത്തെ. അപ്പൊ അത് അറിയുന്നവർ കമന്റ് ചെയ്യുക. 1905 വൈക്കം ക്ഷേത്രത്തിന്റെ പരിസരത്തിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനും തീണ്ടൽ പലക നീക്കം ചെയ്യാനുമായി ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യമായി നിവേദനം നൽകിയ വ്യക്തി ആരാണ്? 1905. 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 1, 2, 3, 4 എന്ന് കമന്റ് ചെയ്യാൻ കൂട്ടുകാർ ശ്രമിക്കുക. പാർട്ട് 1 തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മള് മാക്സിമം കണ്ടന്റുകൾ നിങ്ങളിലേക്ക് യൂട്യൂബിലൂടെ എത്തിക്കും. അപ്പൊ യൂട്യൂബിലൂടെ എത്തിക്കുന്നത് തുടർന്ന് കണ്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽ, ഡെയിലി ക്ലാസ്സുകൾ ടെലഗ്രാം ചാനൽ ഉണ്ടാവും, അവിടെ ജോയിൻ ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ നേരത്തെ കാണിച്ച വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഗുഡ് ബൈ, താങ്ക് യു.